തൃശൂരിൽ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജറെയും ഉടമയുടെ മകനെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. 2023 മെയ് 24 സംഭവം നടന്നത്. 1.5 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ ശേഷമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, കുന്നംകുളത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പോലീസിന്റെ മറ്റൊരു അതിക്രമം എന്ന് തന്നെ പറയാം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു പരാതിക്ക് അടിസ്ഥാനമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ മൊഴിയെടുക്കലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ രീതിയിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തായിരുന്നു ഈ ഹോട്ടലിനെതിരായ പരാതി? ഒപ്പം ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ടോ? അതിന്റെ സ്ഥിതി എന്താണ്? പ്രജിൻ, 2023 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് ഈ ലാലീസ് എന്ന് പറയുന്ന ഇവരുടെ ഹോട്ടലിൽ രാത്രി ഭക്ഷണം കഴിക്കാനെത്തിയവർ ബിരിയാണിക്ക് രുചി പോരാ എന്ന് പരാതി പറയുന്നു. ഒടുവിൽ ഈ വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. ഒരു സംഘർഷത്തിലെത്തിയതോടുകൂടി ഈ ഹോട്ടലിലെത്തിയ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ സഹായം തേടുകയായിരുന്നു. മണ്ണുത്തി പോലീസിൽ സഹായം തേടിയപ്പോൾ ഇവർ പീച്ചി സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഈ പീച്ചിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ ഈ സംഭവം എത്തി ഇരു കൂട്ടരെയും വിളിച്ച് വരുത്തുന്ന സമയത്താണ് ഈ ഇത്തരത്തിൽ SI ഈ മുഖത്തടിച്ചതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവർ 1.5 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ ഈ ദൃശ്യങ്ങൾ സ്വന്തമാക്കി ഇപ്പോൾ ഈ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കോടതിയിൽ ക്രിമിനൽ നടപടി നേരിടുന്നതിനാലാണ് സസ്പെൻഷൻ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്ന് DGPക്ക് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി ഉണ്ടായേക്കും. സുജിത് VSനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തിൽ കോടതി 4 പോലീസുകാരെയും പ്രതി ചേർത്ത് കേസെടുത്ത് വിചാരണ നടക്കുന്നതിനാൽ സുഗമമായ കോടതി നടപടിക്ക് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IG കുന്നംകുളം SI ആയിരുന്ന ന്യൂഹ്മാൻ, പോലീസുകാരായ സജീവൻ, സന്ദീപ്, ശശിധരൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. തുടർ നടപടി പരിഗണിക്കുന്നതായും ഉത്തരവിൽ സൂചനയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് സുജിത്ത് ആവശ്യപ്പെട്ടു. ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേരെ കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. 2 വർഷം മുമ്പ് നൽകേണ്ടിയിരുന്ന സസ്പെൻഷനാണ് ഇപ്പോൾ നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്യാമറ ഉള്ള സ്ഥലത്ത് തന്നെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇതിലൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ് പറയട്ടെ. ഇപ്പം ചെയ്ത നടപടിയേ ഉള്ളൂ, ഇനിയൊരു നടപടി ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഞങ്ങൾ പറയാം. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ശശിധരന്റെ വീട്ടിലേക്ക് ചൂരലേന്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. നീ തിരിച്ചു വരുന്ന എന്നാണോ നീ തിരിച്ചു വരുന്നേ? അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചൂട് എന്താണെന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്താണെന്ന് ശശീന്ദ്ര നിങ്ങൾ അറിയാം. ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്നാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടായേക്കും. 24 തൃശൂർ. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ തനിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റെന്ന് കൊല്ലത്തെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ. കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് CI കഴുത്തിൽ പിടിച്ചെന്ന ആരോപണവുമായി എത്തിയത്. പോലീസ് മർദ്ദനം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്ന് സജീവ് 24നോട് പറഞ്ഞു. തൃശൂരിലെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് CPIM നേതാവ് തന്നെ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാവുന്നതെന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കേസിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയ തന്നെ CI ഉപദ്രവിച്ചുവെന്ന് സജീവ് 24നോട്. CI ചാടി എണീറ്റ് എല്ലാം ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടതും വല്ലാത്ത രീതിയിലുള്ള പിടുത്തം. ആ വേദന മാറിയിട്ടില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചു. CIയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ACPക്ക് പരാതി നൽകിയിരിക്കുകയാണ് സജീവ്. ഞാനും പാർട്ടിയും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. പ്രതിപക്ഷം പോലീസ് മർദ്ദനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുമ്പോഴാണ് ഭരണകക്ഷിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ സ്വയം മർദ്ദനാനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചത് CPIMനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി.
വിഷയത്തിൽ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി മൗനം തുടരുകയാണ്. ആർ അരുൺരാജ്, 24 കൊല്ലം. രാഷ്ട്രീയ വിവാദങ്ങൾ തുടർന്നതിനിടെ SNDP യോഗം NSS ജനറൽ സെക്രട്ടറിമാരെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് നേരിട്ടെത്തി ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. G സുകുമാരൻ നായരെ NSS ആസ്ഥാനത്തെത്തിയും വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തിയുമാണ് കണ്ടത്. ഇരുവരും സംഗമത്തിന് പിന്തുണ നൽകിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നീക്കമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷം ശക്തമായ എതിർപ്പാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് SNDP NSS നേതൃത്വങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആദ്യം കണ്ടത്. ഇരുവരും പൂർണ്ണ പിന്തുണ നൽകിയെന്ന PS പ്രശാന്ത്. പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാവിധമായ നിർദ്ദേശവും ഒക്കെ ഇതിനുണ്ട് എന്ന് കൃത്യമായി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. കൂടിക്കാഴ്ചയെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് NSS ജനറൽ സെക്രട്ടറി തയ്യാറായില്ല. എന്നാൽ സംഘപരിവാർ പന്തളത്ത് നടത്തുന്ന ബദൽ സംഗമത്തെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ടു കൈയും കുത്തി ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തിലൂടെ വർഗീയ ശക്തികൾക്ക് സർക്കാർ ഇടം നൽകുകയാണെന്ന് VD സതീശൻ വിമർശിച്ചപ്പോൾ ആചാരങ്ങൾ തിരുത്താനുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാട് ഇപ്പോഴുണ്ടോ എന്ന് V മുരളീധരനും ചോദിച്ചു. വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്? NSSനെയും SNDPയെയും അനുനയിപ്പിച്ച സാഹചര്യത്തിൽ മറ്റു സമുദായങ്ങളെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 കോട്ടയം, ആലപ്പുഴ. ബീഡിക്ക് GST കുറച്ചതിനെ ബീഹാറുമായി ബന്ധപ്പെടുത്തിയ പോസ്റ്റിൽ കൈപൊള്ളി കോൺഗ്രസ് കേരള ഘടകം. പോസ്റ്റ് വൻ വിവാദമായതോടെ KPCC സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു. KPCC നേതൃത്വം വിശദീകരണം തേടിയതിന് പിന്നാലെയായിരുന്നു രാജി. പോസ്റ്റിൽ പിഴവുണ്ടായെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ബീഹാറും BDയും ബിയിലാണ് തുടങ്ങുന്നതെന്ന കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പോസ്റ്റ് ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചത്. പോസ്റ്റിൽ പിഴവ് സംഭവിച്ചെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയതിനു പിന്നാലെയാണിത്. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗത്തോട് KPCC വിശദീകരണം തേടിയിരുന്നു. പോസ്റ്റ് ഒഴിവാക്കപ്പെടേണ്ടിയിരുന്നുവെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കും. പോസ്റ്റിൽ കടുത്ത വിമർശനമാണ് BJPയും JDUവും ഉന്നയിച്ചത്. RJDക്ക് കടുത്ത അമർഷവുമുണ്ട്. ഉദ്ദേശം എന്തുതന്നെയായാലും പരാമർശം തെറ്റെന്നാണ് തേജസ്വി യാദവിന്റെ പ്രതികരണം. ബീഡിക്ക് GST കുറച്ചത് ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് വ്യാഖ്യാനിക്കാനാണ് പോസ്റ്റിലൂടെ കോൺഗ്രസ് കേരള ഘടകം ശ്രമിച്ചതെങ്കിലും പോസ്റ്റ് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുകയായിരുന്നു. 24 കണ്ണൂർ. ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ വിമർശനത്തിൽ മലക്കം മറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമാണെന്നും നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദമാണെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം. ട്രംപിന്റെ പുതിയ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അമേരിക്കയുമായി അടുക്കുന്ന പാകിസ്ഥാനിലെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്നതിനിടെ ചൈന പിന്മാറി. ഇരുണ്ട ചൈനയോടടുത്ത ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയെ എതിർചേരിയിൽ നിർത്തിയുള്ള നിലപാടിൽ നിന്ന് ട്രംപ് മലക്കം മറിഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം പഴയപടിയാകുമോ എന്ന ചോദ്യത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ സവിശേഷ ബന്ധമാണെന്നും മോദി എപ്പോഴും സുഹൃത്തെന്നും മറുപടി. എന്നാൽ ചില കാര്യങ്ങളിൽ തനിക്ക് യോജിപ്പില്ല. ട്രംപിന്റെ പുതിയ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്രമായ പങ്കാളിത്തമുണ്ടെന്നാണ് ട്രംപിനെ ടാഗ് ചെയ്ത് മോദിയുടെ പോസ്റ്റ്. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക. ഇതിനിടെ പാകിസ്ഥാനിലെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ 2ാം ഘട്ടത്തിനായി ധനസഹായം നൽകാൻ ചൈന തയ്യാറായിട്ടില്ല. ധനസഹായത്തിന് പാകിസ്ഥാൻ ADBയെ സമീപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ സമവായമായില്ല. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായമാണ് എ ഗ്രൂപ്പ് നേതാക്കളുടേത്. എന്നാൽ അവധിയെടുത്ത് മാറി നിൽക്കണമെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ നിലപാട്. ഈ മാസം 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ അഭിപ്രായം. എ ഗ്രൂപ്പിന് പുറത്തും വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഈ അഭിപ്രായത്തിനുണ്ട്. രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ പോലും ഇക്കൂട്ടത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭയിൽ സംരക്ഷണം ഒരുക്കണമെന്നും എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് വ്യത്യസ്ത നിലപാടാണ്. നിയമസഭയിൽ നിന്ന് അവധി അപേക്ഷ നൽകണമെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിരവധി വിഷയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ സർക്കാരിന് പകരം പ്രതിപക്ഷം പ്രതിരോധത്തിലാകും എന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ നിലപാട്. വിഷയത്തിൽ നേതാക്കൾ കൂടിയാലോചിച്ച് അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയിക്കും. പാർട്ടി നിർദ്ദേശം അനുസരിക്കാമെന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. നിയമസഭാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് ഇത് സംബന്ധിച്ച് കത്ത് പ്രതിപക്ഷ നേതാവ് നൽകും. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് ദേശീയ നേതൃത്വം അറിയിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെ നിലപാട് അറിയിച്ചു. ലൈംഗികാരോപണ വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചതോടെയാണ് പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമായത്. ഈ മാസം 10-ന് മുൻപ് അധ്യക്ഷ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു കേരളത്തിലെ നേതാക്കളെ നേരിട്ട് കണ്ടു. നേതാക്കൾ തമ്മിൽ ഇതുവരെയും അഭിപ്രായ ഐക്യത്തിലെത്തിയിട്ടില്ല. ബിനു ചുള്ളിയിൽ OJ ജനീഷ് എന്നിവർക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണ. അബിൻ വർക്കി, KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. അബിൻ വർക്കി എന്ന ഒറ്റപ്പേര് മാത്രമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. ഇതോടെ ദേശീയ നേതൃത്വത്തിന് മുൻപിൽ 4 പേരുകളാണ് പരിഗണനയിൽ. ചർച്ചകൾ തുടരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ്. उसका प्रोसेस चल रहा है. बहुत जल्दी जब कोई डिसीजन होता है हम आपको बता देंगे. प्रॉब्लम ये है कि केरला के यूथ कांग्रेस का डिसीजन लेना तो वो रैंडमली चलते चलते नहीं ले सकते, सोच समझ के लेंगे. 1-2 दिन एक्स्ट्रा लग जाए चलेगा, लेकिन डिसीजन सही होना चाहिए. കേരളത്തിൽ അഭിപ്രായ ഐക്യമില്ലാത്ത സാഹചര്യത്തിൽ ഇനി തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായവും നിർണായകമാവും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് തുടർക്കഥയാവുന്നു. വ്യാജ കോടതിയെയും സാക്ഷിയെയും സൃഷ്ടിച്ച് മട്ടാഞ്ചേരി സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് 2,88 ലക്ഷം രൂപ തട്ടിയെടുത്തു. സ്ത്രീയെ ഫോണിൽ ബന്ധപ്പെട്ട 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിനിടെ ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയതിന്റെ ഉറവിടം ദ്വീപ് രാജ്യമായ സൈപ്രസ് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കൊച്ചിയിൽ 30 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. തട്ടിപ്പുകാരിൽ നിന്ന് കടുത്ത മാനസിക പീഡനമാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മ നേരിട്ടത്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈയിലെ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചു. ജഡ്ജിയും വക്കീലുമൊക്കെയുള്ള വ്യാജ കോടതിയിൽ വീട്ടമ്മയെ ഓൺലൈൻ വഴി ഹാജരാക്കുകയും ചെയ്തു. പണം തട്ടിയെടുത്തതിന് പിന്നാലെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സന്ദേശമെത്തി. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു നിർദ്ദേശം. ഈ വാക്ക് വിശ്വസിച്ച് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നടന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വീട്ടമ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കൊച്ചിയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിൽ നിന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. ഇന്ത്യയിൽ മാത്രം 1000 പേർക്ക് ആപ്പിലൂടെ പണം നഷ്ടമായി. 60 മുതൽ 1 കോടി രൂപ വരെയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് നഷ്ടമായത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും സൈബർ തട്ടിപ്പ് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. 500 കോടിയിലേറെ രൂപയുടെ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സർക്കാർ. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം. അന്വേഷണ സംഘത്തലവനായ MJ സോജനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് നടപടി. പ്രത്യേക സംഘം ഇല്ലാതായതോടെ കോടതിയിൽ തിരിച്ചടി നേരിടുമോ എന്നാണ് ആശങ്ക. കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പിൽ 1.5 ലക്ഷത്തോളം ആളുകളെ കബളിപ്പിച്ച് 500 കോടിയിലേറെയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1400ഓളം പരാതികളാണുള്ളത്. തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ക്രൈംബ്രാഞ്ച് കൊച്ചി SP MJ സോജനായിരുന്നു സംഘത്തലവൻ.
തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാരായ സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ഇക്കഴിഞ്ഞ ജൂണിൽ MJ സോജനെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലേക്ക് സ്ഥലം മാറ്റി. പിന്നാലെ കേസുകളെല്ലാം ഇനി അതാത് ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കീഴിൽ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. കേസുകളെല്ലാം ഒറ്റ FIR-ൽ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആനന്ദകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പ്രത്യേക സംഘം ഇല്ലെന്ന് സർക്കാരിന്റെ സത്യവാങ്മൂലം. പ്രത്യേക സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാണ്. ഏകീകൃത സ്വഭാവത്തോടെ അന്വേഷണമില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകാം. വിചാരണഘട്ടത്തിൽ പ്രതികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. കൊച്ചിയിൽ രാത്രി അശ്രദ്ധമായി കുതിരസവാരി, കാറിൽ തട്ടി കുതിരയ്ക്ക് പരിക്കേറ്റു. കൊച്ചി സ്വദേശി ഫത്തഹുദ്ദീനാണ് കുതിരസവാരി നടത്തിയത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അമൽ, എന്താണിത് സംഭവം? പ്രജിൻ, നിലവിൽ രാത്രികാലങ്ങളിൽ പൊതുനിരത്തുകളിലൂടെ കുതിരസവാരി അടക്കമുള്ള മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സവാരികൾ നിരോധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ കണ്ടെയ്നർ റോഡിൽ വെച്ച് ചേരാനെല്ലൂർ ഭാഗത്ത് വെച്ച് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് കൊച്ചി സ്വദേശിയായ ഫത്തുഹീദിനാണ് ഈ കുതിരസവാരി നടത്തിയത്. ഇയാൾ മുൻപും ഇതേ വഴിയിലൂടെ പലവട്ടം കുതിരസവാരി നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രിയിലും ഏകദേശം 10 മണിക്ക് ശേഷം ഈ ഒരു കുതിരസവാരി നടത്തുകയായിരുന്നു. അതേ തുടർന്നാണ് പെട്ടെന്ന് വരണ്ട ഈ ഒരു കുതിര തൊട്ടടുത്തുണ്ടായിരുന്ന കാറിലേക്ക് ചാടിക്കയറുകയും ഈ കാറിന്റെ മുൻവശത്തെ ചില്ലും ആ കാറിന്റെ മുൻഭാഗവും തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ കുതിരയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും കുതിരയെ മണ്ണോത്തിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. ഇയാൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രജിത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. AIADMK-യിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യനെതിരെ നടപടി. സെങ്കോട്ടയ്യനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കിയതായി AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു. ഏകപക്ഷീയ നടപടിയെന്നായിരുന്നു സെങ്കോട്ടയ്യന്റെ മറുപടി. പാർട്ടി വിട്ടുപോയ VK ശശികല, O പനീർശെൽവം, TTV ദിനകരൻ എന്നിവരെ 10 ദിവസത്തിനകം തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട സെങ്കോട്ടയ്യന് 24 മണിക്കൂർ തികയും മുൻപ് പാർട്ടി സ്ഥാനങ്ങൾ നഷ്ടമായി. സെങ്കോട്ടയ്യൻ തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ എടപ്പാടി പളനിസ്വാമി അസ്വസ്ഥനായിരുന്നു. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി അടക്കമുള്ള പദവികളിൽ നിന്ന് സെങ്കോട്ടയ്യനെ നീക്കിയത്. ഏകപക്ഷീയ തീരുമാനമെന്നും AIADMK ഐക്യപ്പെടുത്തുന്നത് തുടരുമെന്നും സെങ്കോട്ടയ്യൻ പ്രതികരിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് AIADMK പ്രവർത്തകർ EPS സംസ്ഥാന പര്യടനം നടത്തുന്ന വാഹനം തടഞ്ഞിരുന്നു. EPS-നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ NDA-യിലേക്ക് തിരികെ പോകില്ലെന്ന് അമ്മ മക്കൾ മുന്നേറ്റ കഴകം ജനറൽ സെക്രട്ടറി TTV ദിനകരൻ പറഞ്ഞു. AIADMK-യിലെ പ്രശ്നങ്ങളിൽ BJP-ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. 24 ചെന്നൈ. തൃശൂർ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ കൂട്ടി. സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കുന്നതിനായാണ് വിദ്യാർത്ഥികൾക്ക് ഭാരമടിച്ചേൽപ്പിച്ചത്. സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കൂ എന്ന ഉറപ്പ് ലംഘിച്ചാണ് തീരുമാനം. PhD വിദ്യാർത്ഥികൾ സെമസ്റ്റർ ഫീസ് 18,780 രൂപയിൽ നിന്ന് 49,990 PG വിദ്യാർത്ഥികളുടേത് 17,845 രൂപയിൽ നിന്ന് 49,500 രൂപയുമായാണ് കൂട്ടിയത്. ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസ് 12,000 നിന്ന് 48,000 ഉയർത്തി. കാർഷിക സർവകലാശാലയിലെ ഫീസ് കുത്തനെ ഉയർത്താനുള്ള നീക്കം നേരത്തെ 24 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നുണ്ടായ വിദ്യാർത്ഥി സമരത്തിൽ സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കാതെയാണ് ഫീസ് കുത്തനെ ഉയർത്തിയത്. വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് കടുത്ത ആശങ്കയുണ്ട്. 24 തൃശൂർ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. വയനാട് മാനന്തവാടി സ്വദേശി രതീഷാണ് മരിച്ചത്. അതേസമയം മലപ്പുറം സ്വദേശിയായ 56-കാരിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് പുലർച്ചെയാണ് മാനന്തവാടി കുഴിനിലം സ്വദേശിയായ രതീഷിന്റെ മരണം. കരൾ രോഗബാധിതനായിരുന്നു 45-കാരനായ രതീഷ്. പ്രമേഹവും അലട്ടിയിരുന്നു. 2 ആഴ്ചയായി ICUവിലായിരുന്നു രതീഷ്. അതേസമയം മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായ 56 വയസ്സുകാരിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഈ മാസം 4-നാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ്. നിലവിൽ 11 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 3 പേർ കുട്ടികളാണ്. 24 കോഴിക്കോട്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചനയിൽ യൂട്യൂബറും ലോറി ഉടമയുമായ മനാഫ്
തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും മനാഫ് ഹാജരായിരുന്നില്ല. SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും സത്യം പുറത്തുവരുമെന്നും മനാഫ് പറഞ്ഞു. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യെ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിക്ക് പിന്നിലെ ഗൂഢാലോചനയിലാണ് SIT അന്വേഷണം പുരോഗമിക്കുന്നത്. ചിന്നയ്യയ്ക്ക് സഹായം നൽകിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടയിലാണ് ധർമ്മസ്ഥലയിലെത്തി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ള മനാഫിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും തിങ്കളാഴ്ച ഹാജരാകാമെന്ന് മനാഫ് അറിയിച്ചു. തലയോട്ടിയുടെ വിശ്വസ്തത തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണെന്ന് മനാഫ്. SIT ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർണാടക ഗവൺമെന്റിനെയും വിശ്വസിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കർണാടക ഗവൺമെന്റ് നേരായ പാതയിലാണ്. ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ടെന്നും മനാഫ് പറഞ്ഞു. ചിന്നയ്യയുടെ SIT കാലാവധി ഇന്ന് അവസാനിക്കും. 24 ചെന്നൈ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് വടകരയിൽ ബാറിൽ കത്തിക്കുത്ത്, യുവാവിന് പരിക്ക്. വടകര താഴേങ്ങാടി സ്വദേശി ബദറുദ്ദീനാണ് കുത്തേറ്റത്. കോതമംഗലത്ത് പുഴയിൽ വീണ കൊച്ചുമകനെ രക്ഷിക്കുന്നതിനിടെ മുത്തശ്ശി മുങ്ങി മരിച്ചു. കുടമുണ്ട സ്വദേശി ലീലയാണ് മരിച്ചത്. തൃശൂരിൽ ഓട്ടോറിക്ഷ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. പുലക്കാട്ടുകര സ്വദേശി നിധീഷാണ് മരിച്ചത്. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം പുലിയെത്തി. CCTV ദൃശ്യം 24-ന്. വിജയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം സെപ്റ്റംബർ 13-ന് ആരംഭിക്കും. ദളപതി 2026 എന്ന പേരിൽ റാലി തുടങ്ങുക തിരുച്ചിറപ്പള്ളിയിൽ നിന്ന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 79,000 രൂപ കടന്നു. ഒറ്റയടിക്ക് കൂടിയത് 640 രൂപ. US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യനെ ഉടനറിയാം. ഫൈനലിൽ നിലവിലെ ജേതാവ് അരീന സബലെങ്ക അമാൻഡ അനിസിമോവയെ നേരിടും. രാത്രി 1:30-ക്കാണ് മത്സരം. സബലെങ്ക തുടർച്ചയായ 2ാം US ഓപ്പൺ കിരീടം ലക്ഷ്യമിടുമ്പോൾ അമാൻഡയുടെ മോഹം കന്നി ഗ്രാൻഡ് സ്ലാമാണ്. റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.